ഹായ് ആൻഡ് വെൽക്കം ടു ജയലൻ PSC. ഇന്ന് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വർത്തമാന പത്രങ്ങൾ എന്ന ടോപ്പിക്ക് നോക്കാം. അപ്പം നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും ചൂഷണങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മുഖ്യ പങ്ക് വഹിച്ചൊരു ഭാഗമാണ് വർത്തമാന പത്രങ്ങൾ. അപ്പം ഈ വർത്തമാന പത്രങ്ങളിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ SCERT പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം, ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരം നൽകി. അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകളും അനാചാരങ്ങൾക്കുമെതിരെ നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, എല്ലാ ഭാഗത്തും നടക്കുന്ന സാമൂഹ്യ പരിഷ്കരണങ്ങളെക്കുറിച്ച് എല്ലായിടത്തേക്കും വിവരം എത്തിച്ചത് വർത്തമാന പത്രങ്ങളിലൂടെയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്ക് എതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. കൂടുതൽ ജനങ്ങളെ അതിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൂടുതൽ പ്രേരിപ്പിക്കാൻ വർത്തമാന പത്രങ്ങൾ സഹായകമായി. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾ, നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന സമരങ്ങളും അതുപോലെ ഫ്രീഡം ഫൈറ്റ്സിനെ കുറിച്ചൊക്കെ രാജ്യത്തെ എല്ലാവരെയും ബോധവാന്മാരാക്കാനും പത്രങ്ങൾ സഹായിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. ബ്രിട്ടീഷ് ഭരണം കൊണ്ട് നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ചൂഷണങ്ങൾ എന്തൊക്കെയാണോ മറ്റു ചൂഷണങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കി. പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു. ഇതൊക്കെയായിരുന്നു വർത്തമാന പത്രങ്ങളിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയും പ്രശ്നങ്ങളും മറ്റും രാജ്യത്ത് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവർ അതിനനുസരിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ ഒരു പ്രാദേശിക ഭാഷാ പത്ര നിയമത്തിലൂടെ ആ പ്രാദേശിക ഭാഷയുള്ള പത്രങ്ങളെ കർശനമായി നിയന്ത്രിച്ചു. ഇത് മുമ്പോട്ട് വന്നത് 1878 ലിട്ടൺ പ്രഭുവായിരുന്നു. അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് എന്നറിയപ്പെടുന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം 1878 പുറപ്പെടുവിച്ചത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. അപ്പം ലിട്ടൺ പ്രഭുവിൻ്റെ ഈ ഒരു ആക്ട് മൂലം രാജ്യത്തെമ്പാടും ഒരുപാട് പ്രതിഷേധങ്ങൾ മുമ്പോട്ട് വരികയും പിന്നീട് 1881 റിപ്പൺ പ്രഭു ഇത് റദ്ദാക്കി. അപ്പം ലിട്ടൺ ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തെ റിപ്പയർ ചെയ്തു. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ലിട്ടൺ പ്രഭു ഒരു പ്രശ്നമായിട്ട് ഈ ആക്ട് മുമ്പോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം റിപ്പൺ അത് റിപ്പയർ ചെയ്തു 1881 ഈ ഒരു ആക്ട് റദ്ദാക്കി. ഇനി നമുക്ക് നമ്മുടെ SCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരെയും നോക്കാം. ആദ്യത്തേതാണ് ഹിന്ദു, സ്വദേശിമിത്രം. ഈ രണ്ട് പത്രം, ഹിന്ദു പത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോഴും റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പത്രമാണ്. അപ്പോൾ ഈ ഹിന്ദു പത്രം ആരാണ് സ്ഥാപിച്ചത്? ജി സുബ്രഹ്മണ്യ അയ്യർ. നമുക്ക് ഹിന്ദു ഒരു ദൈവത്തിൻ്റെ പേരാണല്ലോ സുബ്രഹ്മണ്യൻ, അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. അപ്പോൾ ഹിന്ദു, സ്വദേശിമിത്രം ഈ രണ്ട് പത്രങ്ങളും ആരുടെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. അടുത്തതാണ് അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക രണ്ടുപേരാണ്, രണ്ടുപേർ ചേർന്നത് ഘോഷിച്ചു എന്ന് ഓർത്താൽ മതി. ആരൊക്കെയാണ്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷ്. അമൃത ബസാർ പത്രിക സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, രണ്ടുപേർ ചേർന്നത് ഘോഷിച്ചു, അങ്ങനെ ഓർത്തിരിക്കാം. അടുത്തത് ബോംബെ സമാചാർ. അപ്പം ഇന്ത്യയിൽ ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന, ഇന്ത്യയിലെന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ബോംബെ സമാചാർ. അതിൻ്റെ സ്ഥാപകൻ ആരാണ്? ഫർദൂർജി മർസ്ബാൻ. അടുത്താണ് കേസരി മറാത്ത. നമുക്കറിയാം, ബാലഗംഗാധര തിലക്, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഇന്ത്യ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പത്രമാണ് കേസരി മറാത്ത. ഈ രണ്ട് പത്രങ്ങൾ. അടുത്തത് ബംഗാളി. നമുക്കറിയാം, ബാനർജി എന്ന് പറയുന്നൊരു ബംഗാളി സർനെയിമാണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇത് ഓർത്തിരിക്കാം. ബംഗാളി പത്രം ആരുടെയാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ഓക്കെ. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ. ഇവിടെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ആരാണ് സ്ഥാപിച്ചത്? ദാദാഭായ് നവറോജി. അടുത്തത് ഷോം പ്രകാശ്. നമുക്ക് പ്രകാശം അല്ലെങ്കിൽ ലൈറ്റിനെ ഓർക്കുമ്പം ഈശ്വരൻ, ചന്ദ്രൻ, വിദ്യ, ഇതെല്ലാം ലൈറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുന്ന പേരുകളാണ്. ചന്ദ്രൻ നമുക്ക് രാത്രിയിൽ ലൈറ്റ് തരുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ ലൈറ്റായിട്ടും വിദ്യ ലൈറ്റായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. അപ്പം ഷോം പ്രകാശ് എന്ന പത്രം ആരുടെയാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ അല്ലേ? ബാക്കി നോക്കാം. അടുത്താണ് ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. രണ്ടും ഒരു ഇംഗ്ലീഷ് പേരാണല്ലേ.
അപ്പം ഒരു വിദേശി വനിതയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിച്ച വിദേശി വനിതയായിരുന്നു ആനി ബസന്റ്. INC-യുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും വിദേശി വനിതാ പ്രസിഡന്റുമാണ് ആനി ബസന്റ്. അപ്പോൾ അവരുടെ പത്രമാണ് ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ഈ 2 പത്രങ്ങളും. അടുത്തത് ഗാന്ധിജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ അല്ല, യങ് ഇന്ത്യ. ന്യൂ ഇന്ത്യ ആരുടെയായിരുന്നു? ആനി ബസന്റ്. യങ് ഇന്ത്യയും ഹരിജനും ആയിരുന്നു ഗാന്ധിജിയുടെ പത്രങ്ങൾ. അടുത്തത് അൽ ഹിലാൽ, നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആയിരുന്നു അൽ ഹിലാൽ പത്രം. അടുത്തത് വന്ദേ മാതരം ആരുടെയാണ്? ലാലാ ലജ്പത് റായ്. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം ഇത്രയും പത്രങ്ങളാണ് SCERT പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ആദ്യം തൊട്ട് നോക്കാം. ആദ്യത്തെ പത്രം ഏതായിരുന്നു? ഹിന്ദു അല്ലെങ്കിൽ സ്വദേശി മിത്ര. ഹിന്ദു, സ്വദേശി മിത്ര 2 പത്രങ്ങൾ ആരുടെയാണ്? G. സുബ്രഹ്മണ്യ അയ്യർ. രണ്ടാമത്തെ ആയിരുന്നു അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക ആരുടെയാണ്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷ്. അടുത്തത് ബോംബെ സമാചാർ ആരുടെയാ? ഫർദുർജി മസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധർ തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അടുത്തത് ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ആരുടെയാണ്? ആനി ബസന്റിന്റെ. ഗാന്ധിജിയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ്? യങ് ഇന്ത്യ, ഹരിജൻ. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത്രയും പത്രങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ഡേയ്സ് നോക്കാം. ആദ്യത്തെയാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. എന്നാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം? മെയ് 3-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയ പത്രദിനം എന്നാണ്? ജനുവരി 29. അപ്പോൾ ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3-ാം തീയതിയും ദേശീയ പത്രദിനം ജനുവരി 29. ദേശീയ അച്ചടി ദിനം എന്നാണ്? നവംബർ 16. പ്രസ് ഡേ, നാഷണൽ പ്രസ് ഡേ എന്ന് പറയുന്നത് നവംബർ 16. എന്തുകൊണ്ടാണ് നമ്മൾ നവംബർ 16 നാഷണൽ പ്രസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന് കാരണം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന ദിവസമാണ് നവംബർ 16. അപ്പം അതുകൊണ്ടാണ് നവംബർ 16 ദേശീയ അച്ചടി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം ഈ വർഷത്തെ അച്ചടി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? മീഡിയ ഇൻ ദ എറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതാണ് ഈ വർഷത്തെ അച്ചടി ദിനത്തിൻ്റെ പ്രമേയം. കറണ്ട് അഫയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മീഡിയ ഇൻ ദ എറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3, ദേശീയ പത്രദിനം ജനുവരി 29, അതുപോലെ തന്നെ ദേശീയ അച്ചടി ദിനം നവംബർ 16. നമ്മുടെ പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള മൗലിക അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19A. അപ്പം പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മൗലിക അവകാശം ആർട്ടിക്കിൾ 19A. അപ്പം 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമ രംഗമാണ്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമ രംഗം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഇനി നമുക്ക് ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ആരാന്ന് നോക്കാം. ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അദ്ദേഹത്തിൻ്റെ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. ഏതാണ്? ബംഗാൾ ഗസറ്റ് എന്ന പത്രം ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ്. അത് സ്ഥാപിച്ച വ്യക്തിയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അദ്ദേഹമാണ് ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണ്? അതൊരു ഇന്ത്യക്കാരനാണ്, ചലപതി റാവു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു. ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അതുപോലെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ്? തുഷാർ ഗാന്ധി ഘോഷ്. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ. അപ്പം ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അദ്ദേഹത്തിൻ്റെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ്? തുഷാർ ഗാന്ധി ഘോഷ്. അതുപോലെ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ഇനി നമുക്ക് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ദേശീയത അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഈ രാജാറാം മോഹൻ റോയ്. അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയങ്ങൾ ജനാധിപത്യം, അതുപോലെ ദേശീയത, ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ മുമ്പോട്ട് വെക്കാൻ
ഈ പത്രങ്ങൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സംവാദ് കൗമുദിയും മിറാത്തുൽ അക്ബർ. ആ 2 പത്രങ്ങൾ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പം അദ്ദേഹമാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയും രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത്. അടുത്താണ് ബംഗാൾ ഗസറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ഇന്ത്യൻ പത്രത്തിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് എന്ന പത്രം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെ കൊൽക്കത്ത ജനറൽ അഡ്വർടൈസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം കൊൽക്കത്ത ജനറൽ അഡ്വർടൈസർ എന്നറിയപ്പെടുന്ന പത്രമാണ് ബംഗാൾ ഗസറ്റ്. ആരംഭിച്ച ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിച്ചതിനെ തുടർന്ന് ഇത് 1782 ഈ പത്രം നിരോധിച്ചു. അപ്പം ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. സ്റ്റാർട്ട് ചെയ്ത ദിവസം എന്നാണ്? 1780 ജനുവരി 29. കൊൽക്കത്ത ജനറൽ അഡ്വർടൈസർ എന്നറിയപ്പെടുന്നു. സ്റ്റാർട്ട് ചെയ്ത ആരായിരുന്നു? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അതുപോലെ ഇത് നിരോധിച്ച വർഷം 1782. ഇനി ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ പത്രം ഏതാണ്? അതാണ് സമാചാർ ദർപ്പൺ. ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ പത്രം സമാചാർ ദർപ്പൺ. ഇത് ബംഗാളി ഭാഷയിൽ 1818 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ഫസ്റ്റ് പത്രം ഏതാണ്? സമാചാർ ദർപ്പൺ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ പത്രം സമാചാർ ദർപ്പൺ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. അത് 2002 തുടങ്ങിയത്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ, ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം ഏതാണ്? മദ്രാസ് മെയിൽ. നമ്മുടെ മഹാത്മാഗാന്ധി മരിച്ചത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഈ പത്രമാണ്, മദ്രാസ് മെയിൽ, 1868. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. ഇത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ സുലഭ് സമാചാർ. അപ്പോൾ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം അത് സുലഭ് സമാചാർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ പത്രം സമാചാർ ദർപ്പൺ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മെയിൽ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. നമുക്ക് കുറച്ച് മലയാളം പത്രങ്ങൾ നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? നമുക്കറിയാം അല്ലേ, രാജ്യസമാചാരം. ആരുടെയായിരുന്നു രാജ്യസമാചാരം? ഹെർമൻ ഗുണ്ടർട്ട്. അപ്പം മലയാളത്തിലെ ആദ്യ ദിനപത്രം രാജ്യസമാചാരം, അത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ആയിരുന്നു. മലയാളത്തിലെ ആദ്യ ശാസ്ത്ര മാസികയായിരുന്നു പശ്ചിമോദയം. മലയാളത്തിലെ ആദ്യ ശാസ്ത്ര മാസിക അത് പശ്ചിമോദയമാണ്, അതും ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ തന്നെയാണ്. ഈ പശ്ചിമോദയമാണ് മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രം. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രം പശ്ചിമോദയം. പിന്നെ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മറ്റ് ലിറ്റററി വർക്ക്സ് ആണ് കേരളപ്പഴമ, കേരളോൽപ്പത്തി. അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കുകളാണ്. മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാഗസിൻ ജ്ഞാനനിക്ഷേപം ബെഞ്ചമിൻ ബെയ്ലിയുടെ ആയിരുന്നു. മലയാളത്തിലെ ആദ്യ വിദ്യാലയ മാസിക ഏതാണ്? വിദ്യാ സംഗ്രഹം. അപ്പം മലയാളത്തിലെ ആദ്യ ദിനപത്രം രാജ്യസമാചാരം, രണ്ടാമത്തെ പശ്ചിമോദയമായിരുന്നു ആദ്യത്തെ ശാസ്ത്ര മാസിക. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മറ്റു വർക്ക്സ് ആയിരുന്നു കേരളപ്പഴമ, കേരളോൽപ്പത്തി. മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാഗസിൻ ആയിരുന്നു ജ്ഞാനനിക്ഷേപം, അത് ബെഞ്ചമിൻ ബെയ്ലിയുടെ ആയിരുന്നു. പിന്നെ ആദ്യകാല വിദ്യാലയ മാസിക ഏതായിരുന്നു? വിദ്യാ സംഗ്രഹം. നമുക്ക് ബാലഗംഗാധർ തിലകിൻ്റെ പത്രങ്ങൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, കേസരി, മറാത്ത. പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേസരി പത്രം മറാത്ത ഭാഷയിലും മറാത്ത പത്രം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. നേരെ തിരിച്ചാണ്. നമ്മൾ ഓർക്കും മറാത്ത എന്ന് കാണുമ്പോൾ മറാത്ത ഭാഷയിലായിരിക്കും, അല്ല, മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും കേസരി മറാത്ത ഭാഷയിലാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഇന്ത്യയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന ഏത് പത്രമായിരുന്നു? അത് മറാത്തയായിരുന്നു. ഓക്കെ, അപ്പോൾ കേസരി പത്രം ഏത് ഭാഷയിലാണ്? മറാത്ത ഭാഷയിൽ. അപ്പോൾ മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും മറാത്തയായിരുന്നു പടിഞ്ഞാറ് ഇന്ത്യയുടെ ശബ്ദം എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് പത്രങ്ങൾ ആരുടെ ആയിരുന്നു? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകിൻ്റെ.
നമുക്ക് ഗാന്ധിജിയുടെ പത്രങ്ങൾ, നമ്മൾ നേരത്തെ നോക്കി 2 പത്രങ്ങൾ, അത് കൂടാണ്ട് ഇന്ത്യൻ ഒപ്പീനിയൻ, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത പത്രമായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ, അത് ഗാന്ധിജിയുടെ പത്രമാണ്. അത് കൂടാണ്ട് യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ. യങ് ഇന്ത്യയും ഹരിജനും ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു, നവജീവൻ ഗുജറാത്തിയിലും. അപ്പം ഏതൊക്കെയാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ. അടുത്തത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമായിരുന്നു നാഷണൽ ഹെറാൾഡ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെ പത്രം ഏതായിരുന്നു? ഇൻഡിപെൻഡൻസ്. അപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രം നാഷണൽ ഹെറാൾഡ്, അദ്ദേഹത്തിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവിൻ്റെ പത്രമായിരുന്നു ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഈ 3 വ്യക്തികളുടെ പത്രങ്ങൾ നമുക്ക് നോക്കാം. സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹത്തിൻ്റെ പത്രമായിരുന്നു സ്വരാജ്. സ്വരാജ് നമ്മൾ ഒത്തിരി കേട്ടുള്ളൊരു ടേം അല്ലേ. അപ്പം സ്വരാജ് പത്രം സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. എന്നാൽ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റു. അവരുടെ പാർട്ടിയായിരുന്നു, അവർ സ്ഥാപിച്ച പാർട്ടിയായിരുന്നു സ്വരാജ് പാർട്ടി. അതുപോലെ തന്നെ സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആരായിരുന്നു? അത് ബാലഗംഗാധര തിലകായിരുന്നു. ഓർത്തിരിക്കുക, സുഭാഷ് ചന്ദ്രബോസ് സ്റ്റാർട്ട് ചെയ്ത പത്രമായിരുന്നു സ്വരാജ്. അടുത്തത് KM പണിക്കർ. KM പണിക്കറിൻ്റെ പത്രമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്. ഹിന്ദുസ്ഥാൻ ടൈംസ് ഡൽഹിയിൽ നിന്നുള്ള ആദ്യ പത്രം. ഹിന്ദുസ്ഥാൻ ടൈംസ് ആയിരുന്നു ഡൽഹിയിൽ നിന്നുള്ള ആദ്യത്തെ പത്രം. അത് KM പണിക്കറുടെ ആയിരുന്നു. ലാസ്റ്റ് മദൻ മോഹൻ മാളവ്യ. അദ്ദേഹത്തിൻ്റെ 2 പത്രങ്ങളുണ്ട്, ഒന്ന് ദ ലീഡറും മര്യാദ. 2 പത്രങ്ങൾ ആരുടെയാണ്? മദൻ മോഹൻ മാളവ്യ. നമുക്ക് ബോംബെ സമാചാരെ കുറിച്ച് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആരുടെ ആയിരുന്നു അത്? ഫർദുർജി മസ്ബാൻ്റെ ആയിരുന്നു. ഈ പത്രം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പഴക്കം ചെന്ന, ഇപ്പോഴും അതിൻ്റെ പ്രസിദ്ധീകരണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 1822 ഇതിൻ്റെ പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ബോംബെ സമാചാർ. ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് 1822 ബോംബെ സമാചാർ. ഇത് ഗുജറാത്തി ഭാഷയിലാണ്. നമ്മൾ ബോംബെയിലാന്ന് ഓർക്കുമ്പം ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഗുജറാത്തി ഭാഷയിലാണ് ബോംബെ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ദീപിക. അപ്പം ഇന്ത്യയിലെന്നല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ബോംബെ സമാചാർ. എന്നാൽ കേരളത്തിലെ ഏറ്റവും പഴയ പത്രം ഏതാണ്? ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ദീപിക. എന്നാണ് 1887 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം അടുത്തതാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹത്തിൻ്റെ പത്രം ഏതാണ്? കോമ്രേഡ് ജിന്നയുടെ പത്രമായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു പത്രമാണ് ബോംബെ ക്രോണിക്കൽ. അത് ഫിറോസ് ഷാ മേത്തയുടെ ആയിരുന്നു. പിന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ പത്രമാണ് പ്രബുദ്ധ ഭാരതും ഉദ്ബോധനും. അപ്പോൾ കോമ്രേഡ് ആരുടെ പത്രമായിരുന്നു? മുഹമ്മദ് അലി ജിന്നയുടെ. ഫിറോസ് ഷാ മേത്തയുടെ പത്രം ഏതാണ്? ബോംബെ ക്രോണിക്കൽ. വിവേകാനന്ദൻ്റെ 2 പത്രങ്ങളുണ്ട്, ഒന്ന് പ്രബുദ്ധ ഭാരതം, മറ്റൊന്ന് ഉദ്ബോധൻ. ഓക്കെ, ഇനി വന്ദേ മാതരം. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു SCRT ആ ഒരു ടേബിൾ നോക്കിയപ്പം വന്ദേ മാതരം ആരുടെ ആയിരുന്നു? ലാലാ ലജ്പത് റായ് ആയിരുന്നു. അത് കൂടാണ്ട് വേറെ 3 പേരും വന്ദേ മാതരം എന്ന പേരിൽ പത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ 4 പേര് ആരൊക്കെയാന്ന് നോക്കാം. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാലാ ലജ്പത് റായ്, അടുത്തത് ബിപിൻ ചന്ദ്രപാൽ, മേഡം ഭിക്കാജി കാമ, അരവിന്ദോ ഘോഷ്. ഈ 4 പേരും വന്ദേ മാതരം എന്ന പേരിൽ പത്രം പുറത്തിറക്കിയിട്ടുള്ളവരാണ്. ലാലാ ലജ്പത് റായുടെ മറ്റൊരു പത്രമാണ് പഞ്ചാബി. അതുപോലെ അരവിന്ദോ ഘോഷിൻ്റെ മറ്റൊരു പത്രമാണ് കർമ്മയോഗി. അപ്പോൾ ഈ 4 പേര് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, മേഡം ഭിക്കാജി കാമ, അതുപോലെ അരവിന്ദോ ഘോഷ്. ഇവർ 4 പേരും വന്ദേ മാതരം എന്ന പേരിൽ പത്രം പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ദാദാഭായ് നവറോജി. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു അല്ലേ, വോയിസ് ഓഫ് ഇന്ത്യ. അത് അദ്ദേഹത്തിൻ്റെ പത്രമാണ്. അത് കൂടാണ്ട് റസ്ത് ഗോഫ്താർ, ഇതും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു പത്രമാണ്. ദാദാഭായ് നവറോജിയുടെ 2 പത്രങ്ങൾ, വോയിസ് ഓഫ് ഇന്ത്യ, അതുപോലെ റസ്ത് ഗോഫ്താർ. ഇനി ആനി ബസന്റിൻ്റെ പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ന്യൂ ഇന്ത്യ, കോമൺവെൽ, അത് കൂടാതെ വേക്കപ്പ് ഇന്ത്യ. 3 പത്രങ്ങളുണ്ട്. ന്യൂ ഇന്ത്യ, കോമൺവെൽ, വേക്കപ്പ് ഇന്ത്യ. ഇത് 3ഉം ആനി ബസന്റിൻ്റെയാണ്. നമ്മുടെ അംബേദ്കറിൻ്റെ പത്രങ്ങളാണ് മൂക് നായക്, അതുപോലെ ബഹിഷ്കൃത് ഭാരത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മൂക് നായകും ബഹിഷ്കൃത് ഭാരതും അംബേദ്കറിൻ്റെയാണ്.
ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വർത്തമാന പത്രങ്ങളിൽ എന്ന ടോപ്പിക്കാണ് നോക്കിയത്. എല്ലാ പത്രങ്ങളും ഒരുവിധപ്പെട്ട സ്ഥാപകരെ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്